അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരി കെ ഷാജിയുടെ അധ്യക്ഷതയിൽ പൂർത്തിയായി. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ് ധനകാര്യ സമിതി അധ്യക്ഷയാകും. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭരണപരമായ തീരുമാനങ്ങളിൽ നിർണായകമായ സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി. ധനകാര്യം, വികസനം, ക്ഷേമം, ആരോഗ്യ, വിദ്യാഭ്യാസം എന്നീ 4 പ്രധാന സമിതികളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ചേലക്കര സബ് രജിസ്ട്രാറും വരണാധികാരിയുമായ കെ ഷാജിയുടെ അധ്യക്ഷതയിൽ നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഒഴികെയുള്ള 22 അംഗങ്ങളെയും വിവിധ സമിതികളിലായി തിരഞ്ഞെടുത്തു. വിവാദ നായകൻ 16ാം വാർഡ് മെമ്പർ രാമചന്ദ്രൻ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം വൈസ് പ്രസിഡന്റായ ഫൗസിയ ഷെഫീഖ് ധനകാര്യം സ്ഥിരം സമിതിയുടെ അധ്യക്ഷയായി ചുമതലയേൽക്കും. മറ്റ് സമിതികളുടെ അധ്യക്ഷന്മാരെ വരും ദിവസങ്ങളിൽ നടക്കുന്ന പ്രത്യേക യോഗത്തിൽ തെരഞ്ഞെടുക്കുമെങ്കിലും ലഭ്യമായ സൂചനകൾ പ്രകാരം വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനത്തേക്ക് UDF അംഗം വിനോദ് പന്തലാടിക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ക്ഷേമം, ആരോഗ്യ, വിദ്യാഭ്യാസ സമിതികളിൽ LDF അംഗങ്ങളായ കെ നന്ദകുമാർ, ഫൽക്കീസ എന്നിവർ ചെയർപേഴ്സൺമാരായേക്കും. വരണാധികാരിക്കും ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് സെക്രട്ടറി M ജയലക്ഷ്മി നന്ദി രേഖപ്പെടുത്തി. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും പുതിയ സമിതികളുടെ രൂപീകരണം കൂടുതൽ വേഗത പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.